ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ കൃപാസനാമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇങ്ങനെ നിൽക്കാനും സാക്ഷ്യം പറയാനും എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സെബിൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂലൈ 6 തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കണം എന്നൊന്നും കരുതി വന്നതല്ല, ചേച്ചിയുടെ കൂടെ കൂട്ടു വന്നതാണ്. എങ്കിലും അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടും എനിക്ക് സപ്ലികളുണ്ടായിരുന്നു. 4 പേപ്പറുകൾ വർഷങ്ങളായിട്ട് കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നിയോഗമാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത്. ഞാൻ ഉടമ്പടി അനുസരിച്ച് കാരുണ്യപ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം നെറ്റിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ വിഷയങ്ങളും 1 വർഷം കൊണ്ട് തന്നെ 4 സബ്ജക്റ്റുകളും ക്ലിയറായി കിട്ടി. പിന്നെ ഞാൻ 5 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും ശരിയായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് കാരുണ്യപ്രവൃത്തികളിലൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടുത്താണ് ഞാൻ കാരുണ്യപ്രവൃത്തികളൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ അവരുടെ തുണികൾ അലക്കാൻ സഹായിക്കുകയും അവർക്ക് മുടി വെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രങ്ങൾ ക്രൈസ്തവരുടെ ഭവനങ്ങളിലും ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എൻ്റെ വിജയമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വിദേശത്ത് പോകാൻ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുകയാണ്. എനിക്കിപ്പോൾ വിസ അടിച്ചിരിക്കുന്നത്. ഞാൻ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ 7 തീയതി എന്ന നിലയിൽ 7ാമത്തെ പേജിൽ, എൻ്റെ പാസ്പോർട്ടിലെ 7ാമത്തെ പേജിൽ വിസ അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 7ാമത്തെ പേജിൽ തന്നെയാണ് വിസ അടിച്ചു വന്നിരിക്കുന്നത്. അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഉടമ്പടി 3 മാസത്തേക്കല്ല, നിത്യത വരെയാണ് എന്ന ഒരു ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് നിത്യത വരെ ഉടമ്പടി പാലിക്കണമെന്നാണ് ആഗ്രഹം. പരിശുദ്ധ അമ്മ എന്നെ അതിന് അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാൾട്ടയിലേക്കുള്ള പ്രോസസ്സിങ്ങിന് VFS ഇൻ്റർവ്യൂ എന്നൊരു കടമ്പ കടക്കാനുണ്ട്. അത് എല്ലാവർക്കും വളരെയധികം ടഫുള്ള കാര്യമാണ്. എനിക്ക് ആദ്യമേ വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. ഇൻ്റർവ്യൂവിന് എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട്. ഈ തവണ എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ അമ്മ വിസ തന്ന് അനുഗ്രഹിച്ചു. അതേസമയം ഇൻ്റർവ്യൂ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും യോസേപ്പിതാവിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. 1 പത്രോസ് 3-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. സെബിൻ തോമസ് എന്ന ഈ മകൻ തൻ്റെ ആൻറ്റിയോടൊപ്പം ആൻറ്റി കൃപാസനത്തിൽ ഉടമ്പടി കാര്യങ്ങൾ പുതുക്കുവാൻ വന്നപ്പോൾ കൂട്ടുവന്നതാണ്. എന്താണ് ഇവിടെ ഉള്ളത്, എന്താ നടക്കുന്നതെന്ന് കാണാൻ വന്നുവെന്ന് മകൻ സൂചിപ്പിച്ചു. മകൻ പറയുന്നുണ്ട്, ഇവിടെ വന്നിരുന്ന സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹമുണ്ടായത്. കാരണം 2 ഗൗരവ വിഷയങ്ങൾ ആ നാളുകളിൽ മകൻ നേരിടുന്നുണ്ട്. ഒന്ന്, ഡിഗ്രി കഴിഞ്ഞെങ്കിലും 4 വിഷയങ്ങൾ 2-3 വർഷമായി ജയിക്കാനാവാതെ പരാജയപ്പെട്ട് കിടപ്പുണ്ട്. വിദേശത്ത് പോകുവാൻ വേണ്ടി 3-4 വർഷമായി പരിശ്രമിച്ചിട്ട് അതൊരു കരയെത്താതെ, ഒരു വഴിയും തെളിയാതെ അതും ഇങ്ങനെ കരിപിടിച്ച് കിടപ്പുണ്ട്. ഈ 2 ജീവിത പ്രശ്നം ഗൗരവമുള്ളത് നിൽക്കുമ്പോഴാണ് മകൻ ഓർത്തു, ഈ സാക്ഷികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്കിൽ പോയി ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനിത് സമർപ്പിക്കാം എന്ന് കരുതിയത്. അതൊരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അവനിവിടെ ഒരു കാഴ്ചക്കാരനായി എത്തി. സാക്ഷ്യം കേട്ടപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ 2 ജീവിത വിഷയങ്ങളുണ്ട്. 2നും അവനെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വിഷയങ്ങളുമല്ല. പഠിക്കാൻ 4 വിഷയങ്ങൾ തോറ്റു, പഠനമൊക്കെ തീർന്നു. ഇനി എഴുതിയാൽ കിട്ടുന്ന സാധ്യത വളരെ കമ്മിയാണ്. അതാണ് അവൻ പറഞ്ഞത്. അതാണ് ഒരു വിഷയം. 2ാമത്തത് പുറത്തു പോകണം, അതും ഒരു കരയെത്തിയിട്ടില്ല. മകൻ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തു, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു, കാരുണ്യ പ്രവർത്തികളൊക്കെ ആദ്യം മന്ദീഭവിച്ചാണ് ചെയ്തതെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ 4 വിഷയങ്ങളും എൻ്റെ അമ്മ മാതാവ് 1 വർഷത്തിനുള്ളിൽ ജയിപ്പിച്ചു തന്നു. ചെറുതല്ല. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് ഈ പോയ വിഷയങ്ങൾ എഴുതിയെടുക്കുക എന്നത്. 2ാമത്തത് അവൻ്റെ വിദേശത്തേക്കുള്ള യാത്രയാണ്. അവൻ പറഞ്ഞു, 1 തവണ റിജക്റ്റായി വന്ന പാസ്പോർട്ടാണ് എൻ്റേത്. വീണ്ടും അടുത്തത് തുടങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി ആദിയുണ്ട്, എങ്ങനെ എത്തും? മകൻ എന്നോട് സാക്ഷ്യത്തിന് മുമ്പ് പറഞ്ഞത്, അച്ചോ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരും, കുഴപ്പമുണ്ടാകുമോ? എനിക്ക് സംസാരത്തിന് ഫ്ലുവൻസി ഇല്ല, അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാണ് അവൻ ഈ അൾത്താരയിൽ നിന്നത്. കാരണം അവനത് ഈ സാക്ഷ്യം പറയണം, പക്ഷേ പറയാനുള്ള സംസാരത്തിൻ്റെ പ്രയാസം അവനുണ്ട്. അതിപ്പോൾ എന്താകുമെന്ന് അവൻ അറിയത്തില്ല. അവൻ അതുതന്നെയാണ് അവിടെ VFS ചെല്ലുമ്പോൾ അവൻ സംസാരിക്കുന്നത്. അവൻ്റെ കുഴപ്പമുള്ളൊരു സംസാരശേഷി അവനത് അവിടെ പരാജയപ്പെട്ടു. അവൻ്റെ വിസ തടയപ്പെട്ടു. അവന് പോകാൻ പറ്റാത്ത അവസ്ഥയായി.
മാതാവിൻ്റെ കൊടുത്തതാണ്, അമ്മയല്ല എല്ലാം അറിയുന്നത്, പോണ പോക്കും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. മകൻ പറയുന്നുണ്ട്, അമ്മയാണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ എൻ്റെ 7ാമത്തെ പേജിൽ വിസ അടിച്ചു വരണം. ആ പാസ്പോർട്ടിൽ ഒത്തിരി പേജുണ്ട്, അവൻ ഒന്നേ പറഞ്ഞോളൂ, അമ്മയാണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ എൻ്റെ 7ാമത്തെ പേജിൽ വിസ എനിക്ക് അടിച്ചു വരണം. മകൻ പറഞ്ഞത് കേട്ടില്ലേ? 2ാമത് കൊടുത്തു. അവിടെ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ വേണ്ട. അത് വലിയൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവ് അവനുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ മാറ്റിക്കൊടുത്തു. അവൻ സംസാരിക്കണ്ട, നീ ഇനി വാ തുറക്കണ്ട. അവൻ വാ തുറക്കാതെ അമ്മ മാതാവ് കടമ കടത്തി. 2ാമത്തത് അവൻ്റെ വിസ അടിച്ചു വന്നു. അതിനകത്ത് 7ാമത്തെ പേജിൽ കൃത്യമായിട്ട് വിസയുണ്ട്. അവർക്ക് ഏത് പേജ് വേണമെങ്കിലും അടിക്കാം. എൻ്റെ 7ാമത്തെ പേജ് അതാണ് ഉടമ്പടി. മകന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരകളടിച്ച് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.